പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കഞ്ചാവുമായി പിടിയിലായി. യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട മണ്ഡലം മുൻ വൈസ് പ്രസിഡന്റും പ്രവർത്തകനുമായ നസീബിനെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. 3ാം തവണയാണ് ഇയാൾ കഞ്ചാവ് കേസിൽ പിടിയിലാകുന്നത്. ലഹരിക്കെതിരായി എക്സൈസിന്റെ സംസ്ഥാന വ്യാപകമായ ക്ലീൻ സ്ലിറ്റ് ഡ്രൈവ് നടക്കുകയാണ്. നേരത്തെ ലഹരി കേസിൽ പിടിയിലായ ആളുകളെയും എക്സൈസ് ക്ലീൻ സ്ലിറ്റ് ഡ്രൈവിന്റെ ഭാഗമായി നിരീക്ഷിക്കുന്നു. ഇവരുടെ വീടുകളിലും പ്രത്യേക പരിശോധന നടത്തുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട മണ്ഡലം മുൻ വൈസ് പ്രസിഡന്റും പ്രവർത്തകനുമായ നസീബസും നേരത്തെ 2 തവണ കഞ്ചാവ് കേസിൽ പിടിയിലായതുകൊണ്ട് തന്നെ ഇയാളും എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇങ്ങനെ നസീബിന്റെ കുമ്പഴയിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് 300 ഗ്രാം കഞ്ചാവ് കണ്ടെത്തിയത്. നസീബിന്റെ സാന്നിധ്യത്തിലായിരുന്നു രാവിലെ പരിശോധന. 1 വർഷം മുൻപാണ് കഞ്ചാവ് കേസിൽ നേരത്തെ ഇയാളെ അറസ്റ്റ് ചെയ്തത്. അന്ന് കഞ്ചാവ് കണ്ടെത്തി തൊട്ടുപിറകെ മുങ്ങിയ ഇയാളെ ആഴ്ചകൾക്ക് ശേഷമാണ് പിടികൂടാനായത്. കേസിൽ ജാമ്യം നേടി പുറത്തിറങ്ങിയപ്പോഴാണ് വീണ്ടും പിടിയിലാകുന്നത്. അതേസമയം നസീബിന് ഇപ്പോൾ സംഘടനാ പ്രവർത്തനമില്ലെന്നാണ് സംഭവം പുറത്തിറങ്ങിയ ശേഷം യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം. ജനം, പത്തനംതിട്ട.